യോടുള്ള ആക്രാന്തം. അതായത് പിള്ളേർക്ക് എന്തിനും പൈസ അതാ 5 രൂപ അതാ 10 രൂപ അതാ. അവർ ബസ് കൂലിയൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊരു ലിമിറ്റ് എമൗണ്ട് ഉണ്ടല്ലോ. ആ എമൗണ്ട് അല്ലാതെ അവർ ആവശ്യമില്ലാതെ പൈസ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഷൂ, ഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ആവശ്യത്തിന് മാത്രം പൈസ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ചെന്ന് അവർക്ക് മേടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കൂട്ടുകാരുമായി പോകുകയാണെങ്കിൽ അവരെല്ലാം കൂടെ ചേർന്ന് പോകുമ്പോഴുള്ളൊരു എമൗണ്ട് അത് മാത്രം കൊടുക്കുക. അല്ല ധാരാളമായി അവർക്ക് പൈസ കൊടുക്കാതിരിക്കുക. സംസാരത്തിലുള്ള കുഴച്ചിൽ, അവർ നമ്മളോട് ദേഷ്യം വരുംതോറും അവർക്ക് കുഴച്ചിലുണ്ടായിക്കൊണ്ടിരിക്കും, നാക്ക് കുഴഞ്ഞു പോകും. അതുപോലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ താമസിച്ച് വരിക, ലേറ്റ് കമ്മിങ്, അത് വളരെ ശ്രദ്ധിക്കണം. താമസിച്ച് പോവുകയും താമസിച്ച് വരികയും, നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ ലാഗി ഇറങ്ങുക, അതുപോലെ തന്നെ തിരിച്ച് താമസിച്ച് കയറി വരിക, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ഒരു ടൈം കഴിഞ്ഞ് വരാൻ അവരെ അനുവദിക്കരുത്. അല്ലെങ്കിൽ അവർ നിൽക്കുന്നത് എവിടെയാണോ അവിടെ പോയി അവരെ ബഹളമില്ലാതെ ചേർത്ത് പിടിച്ച് അവരെ നമ്മൾ ചേർത്ത് നമ്മുടെ കൂട്ടത്തിൽ വരണം. അതായിരിക്കണം കറക്റ്റ്. അതുപോലെ സ്കൂൾ ടൈം, ട്യൂഷൻ ടൈം എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ടൈമിംഗ് അവർക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്, ആ ടൈമിൽ അധികമാകാൻ അവരെ അനുവദിക്കരുത്.